ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ മാത്സ് ക്വസ്റ്റ്യൻ ആൻസറാണ് നോക്കുന്നത് ഓണപരീക്ഷയുടെ. അപ്പോൾ ആദ്യത്തെ തന്നെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് കോണളവെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു രൂപം ആൻസർ ഷീറ്റിൽ വരയ്ക്കാനാണ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രത്തിലൊരു വൃത്തത്തെ തുല്യ ഭാഗങ്ങളാക്കിയിരിക്കുന്നു. വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എണ്ണി നോക്കാം. എത്ര ഭാഗമുണ്ട്? 1 2 3 4 5 6 7 8. അപ്പം 8 ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്. അതെങ്ങനെ നമ്മൾ എഴുതുക? 1/8 എന്ന് എഴുതും. ഓക്കെ, അതാണ് എയുടെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ, കോൺ എ ഒ ബിയുടെ അളവ് എന്തെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം ഒരു വൃത്തത്തിൻ്റെ മൊത്തം അളവ് എന്ന് പറയുന്നത് 360 അല്ലേ. ഈ 360 നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോഴോ നമുക്കൊരു ഭാഗം 180 എന്ന് കിട്ടും, മറ്റേ ഭാഗം 180 എന്ന് കിട്ടും. ഇനി 180 ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യുമ്പോഴോ നമുക്ക് ഇവിടെ 90 ഡിഗ്രി കിട്ടും, ഇവിടെ 90 90 90. ഓക്കെ, ഇനി നമ്മൾ അതിനെ വീണ്ടും ഒന്ന് ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, 90നെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓരോ കോണും 45 ഡിഗ്രി ആയിട്ട് നമുക്ക് കിട്ടും അല്ലേ. 90ൻ്റെ പകുതി 45. ഇവിടെ നോക്കാം, 360 ഒരു വൃത്തത്തിൻ്റെ ടോട്ടൽ ആംഗിൾ. അതിൻ്റെ പകുതി 180, 180ൻ്റെ പകുതി 90, 90ൻ്റെ പകുതി 45. 45 ഡിഗ്രിയാണ് നമുക്കിവിടെ തന്നിട്ടുള്ളതിൻ്റെ ആൻസർ. ഓക്കെ, എ യു ബിയുടെ അളവ് 45 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിളാണ്. 3 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തം വരച്ച് അതിൻ്റെ 1/6 ഭാഗം ഷെയ്ഡ് ചെയ്യാനാണ്. 6ൽ ഒരു ഭാഗം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു വൃത്തം വരയ്ക്കുക, അതിനെ 6 ഭാഗങ്ങളാക്കുക, എന്നിട്ടോ 6ലൊരു ഭാഗം ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, അളവുകളൊക്കെ കൃത്യമായിരിക്കണം. ഞാൻ ജസ്റ്റ് റഫായിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് 1/6. ഓക്കെ, അതാണ് സി ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പട്ടികയിൽ വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തിയാക്കാനാണ്. അപ്പോൾ നമ്മൾ തുക കാണുകയാണ്. അപ്പോൾ ആദ്യത്തേതിൽ നമുക്കിവിടെ 90 എന്ന് കിട്ടും. അതിൻ്റെ ശരാശരി കാണാൻ 90 / 6. ഈ 6 എവിടെ നിന്ന് കിട്ടിയാന്ന് വെച്ചാൽ ഇതാ ഈ സംഖ്യകളുണ്ടല്ലോ, ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ 90 / 6 15 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരിയും മധ്യത്തുള്ള 2 സംഖ്യകളും തമ്മിലുള്ള ബന്ധം എഴുതാനാണ് പറഞ്ഞത്. ആ ബന്ധം എന്താണ് നോക്കൂ. ശരാശരി ഇവിടെ നമുക്ക് 11 കിട്ടിയത്. ഇവിടെയുള്ള മധ്യഭാഗത്തുള്ള 2 സംഖ്യകൾ 10ഉം 12ഉം അല്ലേ. 10ഉം 12ഉം കൂട്ടുമ്പോൾ നമുക്ക് 22 എന്ന് ആൻസർ കിട്ടും. 22ൻ്റെ പകുതിയാണ് 11. അതുപോലെ തന്നെ രണ്ടാമത്തെ കോളം നോക്കുക. ഇവിടെ നടുവിലുള്ള 2 സംഖ്യകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14ഉം 16ഉം. അത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് 30 എന്ന് ആൻസർ കിട്ടും. 30ൻ്റെ പകുതിയാണ് 15. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ബന്ധം. അപ്പോൾ മധ്യഭാഗത്തുള്ള സംഖ്യകളുടെ തുകകളുടെ പകുതിയായിരിക്കും അതിൻ്റെ ശരാശരി അല്ലേ. അപ്പോൾ അടുത്തതും കൂടി എഴുതി ഫില്ല് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മണിക്കൂർ കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും? എത്ര ഡിഗ്രിയാണ്? 360. അത് മനസ്സിലായോ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു സർക്കിളിൻ്റെ ടോട്ടൽ 360 ആണെന്ന് അല്ലേ. അപ്പം 360 ആദ്യത്തിൻ്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിലെ ക്ലോക്കിലെ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രിയാണ്? എത്രയാണ്? 60 ഡിഗ്രിയാണ് കേട്ടോ. 60 ഡിഗ്രിയാണ് കോണളവ്. അപ്പം ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു ആംഗിളിലേക്ക് നമുക്ക് 30 ഡിഗ്രിയാണ്. ഓക്കെ, ഇവിടെ മാത്രമാണെങ്കിൽ 30 ഡിഗ്രി. ഇത് രണ്ടെണ്ണമാകുമ്പം 60 ഡിഗ്രി. അടുത്തത് 30 ഇങ്ങനെ കൂടി പോവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗമാകുമ്പോഴോ 1 2 3 4. അപ്പോൾ 30 × 4 ചെയ്ത് നോക്കാം, 120. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ സി ക്വസ്റ്റ്യൻ നോക്കുക. ക്ലോക്കിലെ സമയം 4 മണിയാകുമ്പോൾ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര? ഇതേ കോണളവ് വരുന്ന മറ്റൊരു സമയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം 4 മണിയാകുമ്പോൾ 120 കിട്ടും.
ഓക്കെ. 12 മുതൽ 1 മണി വരെ ആകുമ്പോൾ 30 ഡിഗ്രി. പിന്നെ 12 മുതൽ 2 വരെ ആകുമ്പോൾ അടുത്ത 30 ഡിഗ്രി കൂടും. ഓരോ കോണും തമ്മിൽ 30 ഡിഗ്രിയാണ് വ്യത്യാസം. ഓക്കെ, മനസ്സിലായല്ലോ? ഇപ്പം മറ്റൊരു കോണളവ് സെയിം ഇതാ 12, 20 ഇപ്പോൾ ഉള്ളത്. ഇതുപോലെ 120 ഡിഗ്രി വരുന്നത് 12 8 മണിയാകുമ്പോൾ നമുക്ക് സെയിം കോണ് കിട്ടും അല്ലേ? നമുക്ക് കണ്ടില്ലേ? അപ്പം അതിൻ്റെ ആൻസർ 120 വരുന്ന മറ്റൊരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 മണി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൂചികൾക്കിടയിലുള്ള കോണളവ് 90 ഡിഗ്രി വരുന്ന ഒരു സമയം എഴുതാനാണ്. ഓക്കെ, 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വരണം. അപ്പോൾ നമുക്ക് 3 ആയിരിക്കാം, 9 മണി എഴുതാം, 3 മണി എഴുതാം, 9:30 എഴുതാം, 6:15 എഴുതാം അല്ലേ? ഇതൊക്കെ 90 ഡിഗ്രിയാണ് ആംഗിൾ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചതുര കഷ്ണത്തിൻ്റെ പരപ്പളവ് എത്രയാണെന്ന്. ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കണം. അപ്പോൾ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ 1/4 ഇൻറ്റു 1/2, അതായത് 1/8 ആണ് അതിൻ്റെ പരപ്പളവ്. ഓക്കെ, 1/8 ആണ് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ബി ആകുമ്പോഴോ ഒരു ചതുരശ്ര മീറ്റർ പരപ്പളവുള്ള ചതുരം നിർമ്മിക്കാൻ ഇത്തരം എത്ര കഷ്ണങ്ങൾ ചേർത്ത് വയ്ക്കണം? 8 കഷ്ണങ്ങൾ ചേർത്ത് വയ്ക്കണം. ഓക്കെ, ഇത്തരം 5 കഷ്ണങ്ങൾ ചേർത്ത് വെച്ച് ചുവടെയുള്ളതുപോലെ ഒരു ചതുരം നിർമ്മിച്ചു. ഈ ചതുരത്തിൻ്റെ ഒരു വശം 1/4 മീറ്റർ ആയാൽ ഇതിൻ്റെ പരപ്പളവും മറ്റേ വശത്തിൻ്റെ നീളവും കണക്കാക്കുക. ഓക്കെ, സി ക്വസ്റ്റിൻ്റെ ആൻസർ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, അത് എഴുതിയെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഒരു ഹെൽത്ത് ക്ലബ്ബ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് 5 കൂട്ടുകാർ അവരുടെ ഭാരം അളന്നു. എന്നാൽ വീണയും മനുവും അവരവരുടെ ഭാരം എഴുതുവാൻ മറന്നുപോയി. 5 പേരുടെയും ഭാഗങ്ങളുടെ ശരാശരി 46 കിലോഗ്രാം ആണ്. 5 പേരുടെയും ഭാരങ്ങളുടെ തുക എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, തുക കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ആകെ 5 പേരാണുള്ളത് അല്ലേ? അപ്പം 5 × 46 ശരാശരി കൊണ്ട് ഗുണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 230 കിലോ എന്ന് കിട്ടും. ഓക്കെ, 230 കിലോഗ്രാമാണ് 5 പേരുടെയും ഭാരങ്ങളുടെ തുക. ബി ക്വസ്റ്റ്യൻ വീണയുടെയും മനുവിൻ്റെയും ആകെ ഭാരം എത്രയാണെന്നാണ്. അപ്പം നമുക്ക് ഈ കിട്ടിയ ഉത്തരം 230 നമുക്ക് ബാക്കിയുള്ള ഇത് നോക്കണ്ട കേട്ടോ, ഈ ആൻസർ നോക്കണ്ട. ബാക്കിയുള്ള ആളുകളുടെ തുക ഒന്ന് നമുക്ക് കൂട്ടി നോക്കാം. അപ്പം 50, 45, 35 എത്ര കിട്ടും? 130 കിട്ടും. അപ്പോൾ 230 മൈനസ് 130, അതിൻ്റെ ആൻസർ 100 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവരുടെ 2 പേരുടെയും ഭാരം 100 അപ്പം വീണയുടെയും മനുവിൻ്റെയും ഭാരം തുല്യമാണെങ്കിൽ ഓരോരുത്തരുടെയും ഭാരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ 2 പേരുടെ ഭാരം ഇവിടെ കണ്ടെത്തി 100. അപ്പോൾ തുല്യമാണെന്ന് പറഞ്ഞു. അപ്പം ഒരാളുടേത് 50, മറ്റേയാളുടേതും 50. ഓക്കെ, അപ്പം 50, 50 ഇതാണ് സി ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ 50ഉം 50ഉം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നാദിറ കൂടി ചേർന്നപ്പോൾ ശരാശരി ഭാരത്തിൽ മാറ്റമുണ്ടായില്ല. എങ്കിൽ നാദിറയുടെ ഭാരം 46 കിലോഗ്രാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കർഷകന് 2 വ്യത്യസ്ത ഇനം പശുക്കളുണ്ട്. ഓരോ ഇനത്തിലുമുള്ള പശുക്കളുടെ എണ്ണവും ഒരാഴ്ചയിൽ ലഭിച്ച പാലിൻ്റെ അളവും ചുവടെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ബോക്സ് നോക്കുക. ആദ്യത്തെ ഇനത്തിലുള്ള ഒരു പശുവിൽ നിന്നും കിട്ടിയ ശരാശരി പാലിൻ്റെ അളവാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമ്മളതെങ്ങനെ കാണും? നമുക്കതിൻ്റെ ഇക്വേഷൻസൊക്കെ അറിയാം. അപ്പം 210. അപ്പം 210 ഡിവൈഡഡ് ബൈ 3. നമുക്ക് പശുക്കളുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കത് 70 കിട്ടും. ഓക്കെ, അപ്പം 70. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ഇനത്തിലുള്ള ഒരു പശുവിൽ നിന്നും കിട്ടിയ ശരാശരി പാലിൻ്റെ അളവ് അത് 252 ഡിവൈഡഡ് ബൈ 4. നമുക്ക് 63 കിട്ടും. ഓക്കെ, 63. ഇനി ഒരാഴ്ചയിൽ കിട്ടിയ പാലിൻ്റെ ശരാശരി അടിസ്ഥാനമാക്കിയാൽ ഏതിനം പശുവാണ് മെച്ചം? നമുക്കറിയാം ആദ്യത്തേത് അല്ലേ? ആദ്യത്തേതാണ് മെച്ചം. ഓക്കെ,
ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അമ്മുവും മാളുവും അവരുടെ 3 കൂട്ടുകാരും ചേർന്ന് വാങ്ങിയ കേക്കിൻ്റെ ചിത്രമാണ് മുകളിൽ. അവർ അത് തുല്യമായി വീതിച്ചെടുത്തു. ഓരോരുത്തർക്കും കേക്കിൻ്റെ എത്ര ഭാഗമാണ് കിട്ടിയിട്ടുണ്ടാവുക? അപ്പം 5 പേരുണ്ടല്ലേ, അപ്പം കേക്കിൻ്റെ 5 ഭാഗത്തിൽ 1 ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പം 1/5 ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ. അപ്പോൾ ബി ക്വസ്റ്റ്യൻ, മാള് തനിക്ക് കിട്ടിയത് 2 തുല്യ ഭാഗങ്ങളാക്കി ഒരു ഭാഗം അനുജത്തിക്ക് കൊടുത്തു. അനുജത്തിക്ക് കിട്ടിയത് മുഴുവൻ കേക്കിൻ്റെ എത്ര ഭാഗമാണ്? അപ്പോൾ 1/5 ആദ്യം ഉള്ളതല്ലേ. അപ്പോൾ ആ കേക്കിൽ നിന്ന് വീണ്ടും മുറിച്ചു. അപ്പോൾ 1/2. ഒരു പീസിൽ നിന്ന് വീണ്ടും അതൊരു പകുതി പീസാക്കി. അപ്പോൾ 1/2 അല്ലേ. അപ്പോൾ 1/5 × 1/2 ആൻസർ 1/10. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ 5 ഭാഗമുള്ള കേക്കാക്കി മാറ്റി അല്ലേ. എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് അവരെടുത്തിട്ട് ആ ഒരു പീസ് 2 ഭാഗമാക്കി മാറ്റി. അതാണ് 1/5ഉം 1/2ഉം. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അമ്മ തനിക്ക് കിട്ടിയ കേക്കിനെ വീണ്ടും 3 തുല്യ ഭാഗങ്ങളാക്കി. ഓക്കെ, 1, 2, 3 3 ഭാഗങ്ങളാക്കി. അതിൽ 2 ഭാഗം കഴിച്ചു. ഈ 2 ഭാഗവും കഴിച്ചു. അമ്മ കഴിച്ചത് മുഴുവൻ കേക്കിൻ്റെ എത്ര ഭാഗമാണ്? അപ്പോൾ 1/5 × 1/3 2/15. ഓക്കെ. സോറി, ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ 2/3 ആണ് കേട്ടോ, 1/3 അല്ല, 2/3. അപ്പം 1/5 × 2/3 അപ്പോൾ 2/15. ഓക്കെ. അപ്പം നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്.